ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടെക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഇയർഫോൺ അൺബോക്സിംഗ് അതേപോലെ അതിനോടൊപ്പം തന്നെ റിവ്യൂമാണ് തരാൻ പോകുന്നത്. ഇതെനിക്ക് ഏകദേശം 2 ആഴ്ച മുമ്പ് എനിക്ക് ലഭിച്ച ഒരു ഇയർഫോൺ ആണ്. ബ്രെയിൻ വേവ്സ് M100 എന്നാണ് ഇയർഫോണിന്റെ പേര്. ഇതിന്റെ മോഡൽ നമ്പറാണ് M100. പാക്കിംഗ് ഇങ്ങനെയാണ്. ഓൾറെഡി ഇത് ഞാൻ അൺബോക്സിംഗ് ചെയ്ത് ഒരാഴ്ചയിലേറെ ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് വീണ്ടും കാണിച്ചു തരുന്നത്. ഏകദേശം പാക്കിംഗ് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ലഭിക്കുന്നത്. ഇതിന്റെ മുകളിൽ വാറന്റി എഴുതിയിട്ടുണ്ട്. 24 മന്ത് ഇതിന് വാറന്റി ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ഇതിന്റെ പാക്കിംഗ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇതൊന്ന് ഓപ്പൺ ആക്കിയാണ്. ഓൾറെഡി ഞാനിത് അൺബോക്സിംഗ് ചെയ്തതാണ്. ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കിത് വീണ്ടും കാണിച്ചിരുന്നത്. കാരണം ഞാനിത് ഇതിന്റെ റിവ്യൂവും അൺബോക്സിംഗും ഒരുമിച്ച് ഇടാൻ വേണ്ടി ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ആക്കിയാണ്. പാക്ക് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഞാനിവിടെ ഒന്നും ഇത് വെളിയിൽ എടുക്കുകയാണ്. നോക്കുക, ഇങ്ങനെ ഒരു ബോക്സിലായിരിക്കും നിങ്ങൾക്ക് ഇയർഫോൺ ലഭിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് ഇതിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഇങ്ങനെ ഒരു നല്ല പാക്കിങ്ങിലാണ് ഇത് ലഭിക്കുന്നത്. ഈ ബോക്സിന്റെ പ്രയോജനം വരുന്നത് നമ്മൾ ലോങ് ട്രിപ്പ് വല്ലതും യാത്ര പോവുകയാണെങ്കിൽ നമ്മളുടെ ഇയർഫോൺ ഈ ബോക്സിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ഒന്നും ആകാതെ നമുക്ക് ഇയർഫോൺ സൂക്ഷിക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ ഇയർഫോൺ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന സ്ഥലത്ത് നമ്മൾ പോക്കറ്റിലോ മറ്റോ ഇട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേബിൾ ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഇയർഫോൺ. അതിനുശേഷം നമുക്ക് ഇതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ഇയർഫോൺ ടിപ്സ് ആണ്. ഇതൊരു സോഫ്റ്റ് ഇയർഫോൺ ടിപ്സ് ആണ്. ഇത് 2 എണ്ണം ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനോടൊപ്പം തന്നെ 6 മീഡിയം, ലാർജ്, സ്മോൾ സൈസിലുള്ള ഇയർ ടിപ്സുകൾ, സിലിക്കോൺ ഇയർ ടിപ്സുകൾ ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇതിന്റെ കൂടെ ലഭിക്കുന്നതാണ്. അതേപോലെ ഒരു നമുക്ക് ഷട്ടിലോ മറ്റോ ഇയർഫോൺ ക്ലിപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ക്ലിപ്പ് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിന്റെ യൂസർ ഗൈഡാണ്. ഇതിൽ വാറണ്ടി കാർഡും മറ്റുമുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ ഇവിടെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടൊപ്പം ലഭിച്ചത്. ഇതിന്റെ ഈ കവർ നല്ലൊരു കവറാണ്, നല്ലൊരു പാക്കിംഗ് ആണ് ഇതിന് കൂടെ ലഭിച്ചത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവറാണ്. അപ്പോൾ നമ്മുടെ ഇയർഫോൺ ഇതാണ്. ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ് സൈഡിലേക്ക്. ഇതാണ് ഇയർഫോൺ. ബ്ലാക്ക് കളറാണ്. ഇതേപോലെ പാക്ക് ചെയ്താണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് ഇയർഫോൺ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ ബോഡിയാണ്. മെറ്റൽ ബോഡിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഇയർ ടിപ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് റബ്ബറിന്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ കേബിൾ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കേബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള കേബിൾ ആണ്. സാമാന്യം നല്ല ലെങ്തും ഇതിനുണ്ട്. ഇതിന്റെ ഈ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നല്ല ക്വാളിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്ന ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കമ്പനി പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം. ഞാനിവിടെ എന്റെ മൊബൈലിൽ ഇയർഫോൺ കണക്ട് ചെയ്ത് നോക്കുക. ഇവിടെ റൈറ്റ്, ലെഫ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ റൈറ്റ് ഇയറിലാണോ വെക്കേണ്ടത്, ലെഫ്റ്റ് ഇയറിലാണോ എന്നുള്ളത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റൈറ്റിലോ ലെഫ്റ്റിലോ വെക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് എനിക്ക് കേൾപ്പിച്ച് തരാൻ സാധിക്കത്തില്ല. കാരണം ഇത് മ്യൂസിക് അല്ല, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയാണ്. ഇത് നമുക്ക് ലഭിക്കുന്ന ഏകദേശം 5500 തൊട്ട് 6000 രൂപയുടെ ഇടയിലാണ്. ആമസോണിൽ ലഭിക്കുന്ന ഇയർഫോൺ ആണ്. എത്രയാണ് ഇതിന്റെ വില? ഇത്രയും വില കൊടുത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല ഒരു ഇയർഫോൺ തന്നെയാണിത്. ഇതിന്റെ സൗണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ക്ലാരിറ്റിയാണ് ഇതിന്റെ സൗണ്ടിന്. ബാസ്, ട്രബിൾ എല്ലാ കാര്യങ്ങളും വളരെ മിതമായിട്ടുള്ള രീതിയിലാണ്. ഓവറായിട്ടുള്ള സൗണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ വരുന്നുണ്ടെന്ന്. ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു സൗണ്ട് ഇല്ല. ഇത് നമ്മൾ മാക്സിമം നമ്മളുടെ മൊബൈലിൽ സൗണ്ട് വെച്ചാലും ഇതിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. പക്ഷെങ്കിൽ 100% നല്ല മനോഹരമായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ചില ഇയർഫോണുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് വളരെ പതറി അല്ലെങ്കിൽ നമുക്കൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കത്തില്ല. ഇതിൽ ലഭിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. ബട്ട് ഇതിന്റെ പ്രൈസിങ് നമ്മൾ ഒരു സാധാരണ യൂസർ ഇതുപോലൊരു ഇയർഫോൺ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസിങ് വളരെ കൂടുതലാണ്. ഏകദേശം 6000 രൂപയുടെ അടുത്താണ് ഈ ഇയർഫോണിന്റെ വില. എന്തായാലും ഇതിന്റെ ഒരു അൺബോക്സിംഗ് ഞാൻ ചെയ്തു. റിവ്യൂ ഞാൻ ഏകദേശം ഒരാഴ്ച ഞാൻ പറഞ്ഞു യൂസ് ചെയ്തു. എനിക്കിതിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഇയർഫോണിൽ നിന്ന് ലഭിച്ചത്. വളരെ നല്ല ഒരു ക്വാളിറ്റിയുള്ള, നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള, അതേപോലെ ഔട്ട്പുട്ട് നല്ല
ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉള്ള ഒരു ഇയർഫോൺ ആണ്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ഇയർഫോൺ നിങ്ങൾ യാത്ര ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ സൂക്ഷിച്ച് നിങ്ങൾക്ക് ഇതിനു കൂടെ ലഭിച്ച ഈ ബോക്സിൽ വെക്കാൻ സാധിക്കും. ഇത്രയാണ് ഈ ഇയർഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇതുപോലെയുള്ള പുതിയ പുതിയ അൺബോക്സിംഗ് വീഡിയോകൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഈ ഇയർഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് ഇതിന്റെ പ്രൈസിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം 6000 രൂപയുടെ അടുത്താണ് ഇതിന്റെ പ്രൈസിങ്. ഓക്കെ, ഒരു നല്ല ഇയർഫോൺ, അതേപോലെ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഇയർഫോൺ നിങ്ങൾ ഈ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ വേവ്സിന്റെ M100 എന്ന് പറയുന്ന ഇയർഫോൺ വാങ്ങാൻ സാധിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മറുപടി തരുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.